ഇന്നലെ SSLC ഫലം വന്നു. ഇന്ന് +2ൻ്റെ റിസൾട്ടും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 99.69% പേർ SSLCയിൽ വിജയികളായി. 78.69% പേർ ഹയർ സെക്കൻഡറിയിലും വിജയിച്ചു. അതോടൊപ്പം ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത വർഷത്തെ പരീക്ഷയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ് വിജയബേരി കോർഡിനേറ്റർ ശ്രീ ടി സലീം സാർ. സ്വാഗതം. നമ്മൾ വിജയശതമാനത്തിൻ്റെ അളവ് കോൽ നോക്കുമ്പോൾ വളരെ ഉയർന്ന വിജയശതമാനമാണ് ഈ വർഷവും നേടിയിട്ടുള്ളത്. എന്നാൽ വളരെ കുറച്ച് കുട്ടികൾ ഈ ശതമാനത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിൽ നിന്നും തുടങ്ങാമെന്ന് തോന്നുന്നുണ്ട്. ഈ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും അതുപോലെ അവരുടെ ചുറ്റിലുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അടങ്ങുന്ന ആളുകളോടും എന്താണ് പറയാനുള്ളത്? പരീക്ഷ എന്ന് പറയുന്നത് ജീവിത വിജയത്തിനുള്ളൊരു സാധനമല്ല. പരീക്ഷ എപ്പോഴും ഉപരിപഠനത്തിന് മാത്രം തീരുമാനിക്കപ്പെടുന്നൊരു കാര്യമാണ്. ഉപരിപഠനത്തിന് പോകുന്ന ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ എന്നില്ലല്ലോ. അല്ലാത്തവരും ജീവിതത്തിൽ വിജയിക്കും. മാത്രമല്ല, ലോകത്ത് വിജയിച്ച ആൾക്കാരുടെ കണക്കൊക്കെ എടുക്കുമ്പോൾ പരീക്ഷയിൽ മാത്രം വിജയിച്ചിട്ടല്ല അവർ ആ മേഖലയിലേക്ക് എത്തിയത്. ഇപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ പരീക്ഷയിൽ വിജയിക്കണം നിർബന്ധമൊന്നുമില്ല. ഏകദേശം 1300ഓളം കുട്ടികൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ ഉപരിപഠന യോഗ്യത നേടാതെ പോയിട്ടുണ്ട്. അവർക്ക് വീണ്ടും ജൂൺ ജൂലൈ മാസത്തിൽ പരീക്ഷയുണ്ട്. ആ പരീക്ഷ കഴിയുമ്പോഴേക്ക് വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് ഉപരിപഠന യോഗ്യത നേടാതെ വരാറുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചില കാരണങ്ങളൊക്കെ ആയിരിക്കാം ഈ കുറച്ച് കുട്ടികൾ അത്തരത്തിൽ പിന്നോക്കം പോയത്. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചില പരീക്ഷകൾ എഴുതാതെ വന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അവർക്ക് വീണ്ടും അവരുടെ പരീക്ഷ റിസൾട്ട് മെച്ചപ്പെടുത്താനുള്ള അവസരം സർക്കാർ തന്നെ ഒരുക്കുന്നുണ്ട്. ഭൂരിപക്ഷം കുട്ടികളും ആ പരീക്ഷ കഴിയുമ്പോഴേക്ക് പാസ്സാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികളിൽ തന്നെ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയവരുണ്ടാവും. അവർ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത കുട്ടികളും പ്രതീക്ഷിച്ചതിലേറെ സ്കോർ നേടിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചും അവരുടെ തുടർ പഠനത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൽ പലപ്പോഴും രക്ഷിതാക്കളുടെ അമിതമായ സ്വാധീനവും ഇടപെടലും വരുന്ന ഘട്ടങ്ങളുണ്ടാകും. കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നവരും അതിനെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലാണ് പരീക്ഷയുടെ മാർക്കിൻ്റെ ബേസിൽ ഉപരിപഠനത്തിന് പോകുന്നത്. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രങ്ങളിലൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ബേസിലാണ് പലപ്പോഴും ഉപരിപഠന മേഖലയിലേക്ക് പോകുന്നത്. പരീക്ഷയുടെ മാർക്ക് പലപ്പോഴും അവർ പഠിച്ച ചോദ്യം തന്നെ ചോദിച്ചു, കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നതിൻ്റെ ഒരു അളവുകോൽ മാത്രമാണ് പരീക്ഷയുടെ മാർക്കെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു മാത്തമാറ്റിക്സിൽ നന്നായിട്ട് കഴിവുള്ളൊരു കുട്ടി പരീക്ഷാ സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അല്പം കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് കുറഞ്ഞേക്കാം. അതുകൊണ്ട് ആ കുട്ടിക്ക് മാത്തമാറ്റിക്സിൽ കഴിവില്ല എന്നർത്ഥമില്ല. അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇപ്പോൾ വിദേശ രാഷ്ട്രങ്ങളൊക്കെ ശരിക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ബേസിലാണ് ഉപരിപഠനത്തിനുള്ള സാധ്യതകളൊക്കെ ഉള്ളത്. ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലായി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടത് സയൻസാണ്. അത് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ്, അത് കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളാണ് പഠിക്കേണ്ടത്, കുട്ടികളാണ് ജോലി ചെയ്യേണ്ടത്, പാരൻസ് അല്ല. കുട്ടികളുടെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് അവരെ ഹയർ സ്റ്റഡീസിൻ്റെ മേഖലയിലേക്ക് പറഞ്ഞേക്കുന്നതാണ് എപ്പോഴും അവരുടെ ഭാവിക്ക് നല്ലത്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ അഭിരുചി ഏതിലാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണല്ലോ. അതെ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എല്ലാ വിദ്യാർത്ഥികളിലും നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപൂർവം ചില വിദ്യാർത്ഥികൾ മാത്രം അവരുടെ രക്ഷിതാക്കൾ കൂടെ ബോധവാന്മാരാണ് എന്നതിൻ്റെ പേരിൽ ഇതിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും ഇതിലേക്ക് എത്തിപ്പെടുന്നില്ല. നമുക്ക് മുഴുവൻ വിദ്യാർത്ഥികളും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന ഒരു സംവിധാനം, അതിനെ വിലയിരുത്തിക്കൊണ്ട് അവരുടെ അഭിരുചി ഇന്ന മേഖലകളിലാണ് എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ സർക്കാർ സംവിധാനത്തിൽ അതിനെന്തെങ്കിലും ഒരു സാധ്യത നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും? തീർച്ചയായും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് സെൽ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറി തലത്തിലുണ്ട്, ജനറൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ തന്നെ. അവർ ഹയർ സെക്കൻഡറി തലത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഹയർ സെക്കൻഡറി തലത്തിലാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ കൂടി ഇത് ഉപയോഗിക്കണം. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡുമാരുടെ സഹായത്തോടു കൂടെ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സ്കൂളുകളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ 1-2 വർഷം കൊണ്ട് സർക്കാർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിയുന്ന മുഴുവൻ കുട്ടികൾക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അതിൻ്റെ ബേസിൽ ഉപരിപഠനത്തിനുള്ള ഗൈഡൻസ് നൽകാൻ കഴിയും.
ഇനി നമ്മൾ ഇന്നലെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്റേണൽ മാർക്ക് ഏറെക്കുറെ എല്ലാ കുട്ടികൾക്കും നമുക്കറിയാം 20-ലാണെങ്കിൽ 20 മാർക്ക് ലഭിക്കും. ഇനി ഏറെ പോലെ 19-ലേക്കൊക്കെ ചുരുങ്ങിയത് വരും. അപ്പോൾ എഴുത്തു പരീക്ഷയിൽ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 10 മാർക്ക് കിട്ടിയാൽ തന്നെ വിദ്യാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഗുണമേന്മയെ ബാധിക്കുന്നു എന്നൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് മന്ത്രി എഴുത്തു പരീക്ഷയിലും 30% വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളെ വിജയിക്കൂ എന്ന രീതിയിൽ. അപ്പോൾ നിലവിൽ +2-ൽ അത്തരം പരിഷ്കാരം ആ ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്ത വർഷം മാറാൻ ആലോചിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചർച്ചകൾ നടത്തി അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. നമുക്കിത് റിസൾട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ 10-ലെ റിസൾട്ട് 99.69% പറഞ്ഞു. അതേസമയം ഇന്ന് പ്രഖ്യാപിച്ച +2 റിസൾട്ട് 78.69%. 21% വ്യത്യാസം റിസൾട്ടിലുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രപ്പോസ് ചെയ്ത മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുമോ? വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? അധ്യാപകർ എങ്ങനെയാണ് കാണേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും നല്ലൊരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തന്നെ തോന്നിയത്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയിൽ 20 മാർക്ക് സിയുടെ കണ്ടിന്യൂസ് വാല്യുവേഷൻ്റെ മാർക്കാണ്. 30% മാർക്കാണ് വേണ്ടത്. 20% ടീച്ചേഴ്സ് തന്നെ കൊടുക്കുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേണൽ മാർക്കായിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുട്ടിക്ക് വേണ്ട ഒരു 10 മാർക്കാണ്. ആ 10 മാർക്ക് എന്ത് എഴുതിയാലും കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കാത്ത അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മിനിമം ലേണിംഗ് ഇല്ലാത്ത കുട്ടികൾക്ക് വരെ പാസ്സാകാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് തീർച്ചയായിട്ടും എഴുത്ത് പരീക്ഷയിൽ ഒരു 30% മാർക്ക് നിർബന്ധമാണെന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ, രക്ഷിതാക്കൾ, ടീച്ചേഴ്സ് ഒന്നുകൂടി അലേർട്ടാവും. അത് കുട്ടികളുടെ പഠന നിലവാരത്തെ പോസിറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിന് വിമർശനങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അധ്യാപകരുടെ പക്ഷത്തു നിന്നായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അത് ഒരു വിദൂര സാധ്യതയാണ്. ഈ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപനത്തിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാവുന്ന ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു മാറ്റം എന്തായിരിക്കും? അഥവാ നിലവിൽ 10% ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ 10%ലേക്ക് നമുക്ക് ഈ കുട്ടികളെ എത്തിക്കാൻ കഴിയണം എന്നിടത്ത് നിന്നും ആ കുട്ടി 80 മാർക്കിൽ നടക്കുന്ന പരീക്ഷയിലും ആ കുട്ടി 30% മാർക്ക് നേടണം എന്നിടത്തേക്ക് കുറച്ചുകൂടെ അവർ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ്ങിലേക്ക് കിടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പഠന നിലവാരത്തിൽ മികച്ച് നിൽക്കാത്ത കുട്ടികളുടെ കാര്യത്തിൽ ഒരു അഡീഷണൽ എഫേർട്ട് എടുക്കേണ്ടി വരും എന്നത് ഒരു പ്രതിസന്ധിയായിട്ട് അധ്യാപക സമൂഹം കാണാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമുക്ക് മറികടക്കാൻ പറ്റുന്നത്? നേരത്തെ ഇത്തരത്തിൽ 30%, 33%, 210 മാർക്ക് 10ാം ക്ലാസ് പാസ്സാകുന്ന സമയത്ത് 210 മാർക്ക് വേണ്ടിയിരുന്നു. അന്നേരം 33% മാർക്കാണ് കുട്ടിക്ക് ഓരോ വിഷയത്തിൽ ലഭിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് അധ്യാപകരൊരു പ്രശ്നമായിട്ട് എനിക്ക് സാധ്യതയില്ല. പിന്നീട് അധ്യാപക നിർദ്ദേശപ്രകാരമല്ല, സർക്കാർ തലത്തിൽ തന്നെയുള്ള തീരുമാനമായിട്ടാണ് ഇത്തരത്തിലുള്ള സിഇയുടെ മാർക്ക് വരികയും. പക്ഷേ സിഇയുടെ മാർക്ക് വെറുതെ കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല. അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു. സെമിനാറുകൾ, അസൈൻമെൻറ്റുകൾ ഇതൊക്കെ പരിശോധിച്ചിട്ട് അതിൻ്റെ കൃത്യമായ ഇൻഡിക്കേറ്ററൊക്കെ അത് നൽകിയിരുന്നു. പക്ഷേ എല്ലാ ആൾക്കാരും നേരത്തെ പറഞ്ഞ പോലെ 20 മാർക്കുള്ള സിഇയുടെ മാർക്കിന് 19 മിനിമം കൊടുക്കുക എന്ന രീതിയിലേക്ക് മാറി. അതിൽ അത്തരത്തിൽ വെള്ളം ചേർക്കാൻ ടീച്ചേഴ്സ് നിർബന്ധിതരായി. കാരണം അപ്പുറത്തെ സ്കൂളൊക്കെ ആയിട്ട് റിസൾട്ട് കമ്പയർ ചെയ്യുന്ന ഒരു മത്സരത്തിൻ്റെ ഇത് വന്നപ്പോൾ എല്ലാവരും മാക്സിമം മാർക്ക് കൊടുക്കാൻ തുടങ്ങി. അത് ആ പറഞ്ഞ രീതിയിൽ തന്നെ നടത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുമായിരുന്നു. ഇതിൽ എന്താ പറയുക, അനാരോഗ്യകരമായിട്ടുള്ള മത്സരമാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ വന്നത്. എനിക്ക് ടീച്ചേഴ്സിനെ നെഗറ്റീവായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മിനിമം ലേണിംഗ് ഉറപ്പുവരുത്തുക എന്നുള്ളതും കുട്ടികൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുക എന്ന് പറയുന്ന ഓരോ അധ്യാപകൻ്റെയും ആഗ്രഹമാണല്ലോ. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം അധ്യാപക ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മനോഭാവം, ഉയർന്ന വിജയശതമാനം എന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സൂചകമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ മാധ്യമ വാർത്തകളൊക്കെ അതിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് പക്ഷേ പലപ്പോഴും നമ്മളെ ക്വാളിറ്റിയെ പിറകോട്ട് വലിക്കുകയാണ് എന്ന ചർച്ച പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പരിഷ്കരണം തന്നെ അതിൻ്റെ ഭാഗമായി വന്ന ചർച്ചയാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ഡൽഹി സർവകലാശാല അവിടേക്ക് അഡ്മിഷന് വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ 10% മാർക്ക് കുറച്ച് മാത്രം പരിഗണിക്കുകയുള്ളൂ അഡ്മിഷന് എന്ന് പറയുകയും അത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ മാർക്ക് നൽകുന്നു, അത് നമ്മുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാവുന്ന ഒന്നാണ് A+കളുടെ അതിപ്രസരവും. അത് ഡിബേറ്റബിളാണ്.
നമ്മുടെ വിദ്യാർത്ഥികൾ അത്രയും മികച്ച വിദ്യാർത്ഥികളാണ്, അവർ അർഹതപ്പെട്ട A+കൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നൊരു വാദം ഒരു വശത്ത് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് വെക്കാം. എന്നാൽ അതേസമയം മറ്റു ബോർഡുകൾ നടത്തുന്ന CBSE ഉൾപ്പെടെയുള്ള സെൻട്രൽ ബോർഡുകളും മറ്റ് സംസ്ഥാനങ്ങളുടെ ബോർഡുകളും നടത്തുന്ന പരീക്ഷയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വലിയ അന്തരം ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് A+കളുടെ ആധിക്യം എന്നത് നമ്മുടെ വാല്യുവേഷനിലെ ഒരു ലിബറൽ സമീപനം മൂലമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പോളിസി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിജയശതമാനം കൂടിയാൽ അല്ലെങ്കിൽ A+കളുടെ എണ്ണം കൂടിയാൽ ഇവിടെ മികച്ച വിദ്യാഭ്യാസമാണ് എന്ന സമൂഹത്തിലുള്ളൊരു ധാരണ വെച്ചുകൊണ്ട് സർക്കാരുകൾ അത്തരമൊരു സമീപനത്തിലേക്ക് പോകുന്നതുകൊണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണോ? യഥാർത്ഥത്തിൽ എന്താണ് ഈ A+കളുടെ ഒരു അതിപ്രസരം കാണിക്കുന്നത്? A+കളുടെ അതിപ്രസരം ഏതായാലും എല്ലാവരും സൊസൈറ്റിയിലും ഒരു 20-25% വരെ ഹൈലി ബ്രില്യൻ്റായ കുട്ടികളുണ്ടാവും എന്നൊക്കെയുള്ള ചില പഠനങ്ങളുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ പോലും സ്റ്റേറ്റ് തലത്തിൽ 16% കുട്ടികൾക്കാണ് A+ ലഭിച്ചത്. 16% കുട്ടികൾ ഹൈലി ബ്രില്യൻ്റായ കുട്ടികൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവില്ലേ? അതൊരു ഒരു സാധ്യതയുള്ള സാധനമാണല്ലോ. പിന്നെ ഇപ്പോഴത്തെ A+ൻ്റെ വാരിക്കോരി മാർക്ക് കൊടുക്കാനുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഗ്രേസ് മാർക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഗ്രേസ് മാർക്ക് പലപ്പോഴും ചില വിഷയങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിൽ സ്കൗട്ടാവാം, ഗൈഡ്സ് ആവാം, NCC ആവാം, SPC ആവാം, അതല്ലെങ്കിൽ കലോത്സവങ്ങളിലാവാം, സ്പോർട്സിലാവാം, ഇത്തരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവർ തീർച്ചയായിട്ടും അവരുടെ അത്തരത്തിലുള്ള കഴിവുകളെ അംഗീകരിക്കേണ്ടതാണ്, അവർക്ക് അതിനുള്ള ആനുകൂല്യം നൽകേണ്ടതാണ്. പക്ഷെ അത് പരീക്ഷയുടെ മാർക്കിൻ്റെ കൂടെ ചേർക്കുമ്പോൾ, ഇപ്പോൾ ഏത് വിഷയത്തിനാണോ മാർക്ക് കുറവ് ആ വിഷയത്തിൻ്റെ കൂടെ ഇത്ര ഗ്രേസ് മാർക്ക് കൂടെ ചേർക്കുമ്പോൾ അതൊരു A+ എണ്ണത്തിന് എണ്ണം കൂടാൻ ഇടയാക്കുന്നുണ്ട്. ഗ്രേസ് മാർക്ക് ഒഴിവാക്കി പക്ഷേ ഗ്രേസ് മാർക്ക് അവരുടെ ഹയർ സ്റ്റഡീസിന് ഇപ്പം +1 അഡ്മിഷനോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഉള്ള അഡ്മിഷനോ ഇതിൻ്റെ ആനുകൂല്യം നൽകിയിട്ട് കുട്ടിയുടെ മാർക്ക് ലിസ്റ്റിൽ ചേർക്കുന്നതിന് പകരമാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് തന്നെ വരുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പരിഷ്കരണങ്ങൾ, ഇപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ വിഷയം പറഞ്ഞു, പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. സമാനമായി നമുക്ക് എന്തൊക്കെ തരം മാറ്റങ്ങളാണ് ഈ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിന് അധ്യാപകരുടെ മേഖലയിലാവാം, വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ളതാകാം, ഇങ്ങനെയുള്ള എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും? ഇപ്പോഴുള്ള ഒരു അധ്യാപന രീതിയുടെ പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ ഒരു പാരൻ്റ് എന്ന നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അലേർട്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന രീതിയാണുള്ളത്. പലപ്പോഴും പല ടീച്ചേഴ്സിൻ്റെയും പഠിപ്പിക്കൽ രീതി എന്ന് പറയുന്നത് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വരുന്നതാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞതിൽ അതുകൊണ്ട് 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിന് കൂടുതൽ അല്ലെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കുന്ന സമയത്ത് പാരൻസും ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടുതൽ അലേർട്ടാവുന്നു. എല്ലാ ക്ലാസ്സിലും പഠിക്കേണ്ടുന്ന പഠന നേട്ടങ്ങൾ അത് കൃത്യമായി ആർജിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്. അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ക്വാളിറ്റി വർദ്ധിക്കും. പലപ്പോഴും 10ാം ക്ലാസ്സിലെ പരീക്ഷ മാത്രം നോക്കിയിട്ട് കുട്ടികളെ വിലയിരുത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. ശരിക്കും നമുക്കിത് കമ്പയർ ചെയ്യാൻ ഇപ്പോൾ മാനദണ്ഡങ്ങളുടെ ഒരു പരിമിതി സ്വാഭാവികമായിട്ടുണ്ട്. എന്നാലും താരതമ്യേന നമുക്ക് കാണാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമുകളിൽ നമ്മുടെ വിദ്യാർത്ഥികളും മറ്റു ബോർഡുകളിലൂടെ വരുന്ന വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു പെർഫോമൻസിലുള്ള വ്യത്യാസം, അത് രണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാകും. കാരണം ഒന്ന് കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ പ്രിപ്പറേഷനും അതിൻ്റെ രീതിയൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ പുതിയ കാലം ആവശ്യപ്പെടുന്നത് ഒരു കോമ്പറ്റീറ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നൊരു ആംഗിളിലേക്കുള്ള, കാരണം അവരുടെ ഒരു കരിയർ ലൈഫിൽ കൂടെ അതായിരിക്കും കുറേ കൂടെ ആവശ്യമായി വരിക എന്നൊക്കെയുള്ള ചർച്ചകൾ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം ഒരു ആംഗിളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം പരിഷ്കരിക്കപ്പെടേണ്ടതില്ലേ? അതിന് എന്തെങ്കിലും സംവിധാനങ്ങൾ നിലവിൽ നിങ്ങൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി കൂടെ അത്തരം ചില നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അത്തരം ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അടുത്ത വർഷം മുതൽ ഈ രീതിയിൽ കുറച്ചുകൂടെ നമ്മുടെ സിലബസുകളൊക്കെ പരിഷ്കരിക്കാവുന്നു. അപ്പോൾ CBSE NCERT സിലബസുകളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ബോർഡെന്ന് അറിയപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ ബോർഡുകളുടെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വിലയിരുത്തിയിട്ട് ആ രീതിയിൽ നമ്മുടെ സിസ്റ്റത്തെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ SCERT തലത്തിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ക്വാളിറ്റി പറയുമ്പോൾ ഒരു ഡിബേറ്റ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം കൂടെയാണ്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ +2 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ മലബാർ ജില്ലകളിൽ പൊതുവിലും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും സീറ്റിൻ്റെ അപര്യാപ്തത അനുഭവപ്പെടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വീണ്ടും ക്വാളിറ്റി, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ നമ്മൾ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്.
അപ്പോൾ ഈ ഘട്ടത്തിൽ ക്വാളിറ്റി ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ഘടകം കൂടെ ആയിരിക്കും ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം എന്നത്. അപ്പോൾ നിലവിൽ തന്നെ ഹയർ സെക്കൻഡറിയിൽ നമുക്കറിയാം 50 വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ് മുറിയിലിരിക്കുന്നത്. ഈ സീറ്റ് ദൗർലഭ്യം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ നിലവിൽ കാണുന്ന മാർഗം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തു പോരുന്നൊരു മാർഗം, ഒരു ക്ലാസ്സിൽ കൂടുതൽ കുട്ടികളെ ഇരുത്തുക എന്നുള്ളതാണ്. 20%, 30% കുട്ടികളെ ഒരു ക്ലാസ്സിൽ അധികമായി ഇരുത്തുന്നു എന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റിയെ പിറകോട്ട് വലിക്കുന്ന ഒന്നായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും കഴിഞ്ഞ കാർത്തികേയൻ റിപ്പോർട്ടിലൊക്കെ അത് പറയുന്നുണ്ട്. അതിൽ അവർ പ്രത്യേകമായിട്ട് ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് 50 കൂടുതൽ കുട്ടികൾ ഒരു ക്ലാസ്സിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സർക്കാർ പലപ്പോഴും അത്തരത്തിൽ ബാച്ചുകൾ കൂട്ടുന്നതിന് പകരം കുറച്ച് ബാച്ചുകളൊക്കെ അഡീഷണലായിട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും മലബാറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. അപ്പോൾ അവർ വീണ്ടും 20% കൂട്ടുകയാണ്. അപ്പോൾ നമ്മൾ 50 കുട്ടികളിരിക്കേണ്ട ക്ലാസ്സിൽ 60, അത് കഴിഞ്ഞിട്ട് വീണ്ടും 67, 70 കുട്ടികളൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. 50 കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിച്ച ഒരു ക്ലാസ്സിൽ 70 കുട്ടികളിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. മറ്റോരോ കുട്ടിയെ ശ്രദ്ധിക്കുക എന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ആ ക്ലാസ്സിലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷന് പ്രശ്നം ഉണ്ടാവും. അത് ക്വാളിറ്റിയെ തീർച്ചയായിട്ടും ബാധിക്കും. കാരണം നമ്മളൊരു പരീക്ഷ എന്ന് പറയുന്നത് സംസ്ഥാനത്തൊട്ട് ഒരേപോലെ നടത്തുന്ന പരീക്ഷയാണ്. അപ്പോൾ 50 കുറേ ചില ജില്ലകളിൽ 50 താഴെ കുട്ടികളെ മാത്രം എടുത്ത് പഠിപ്പിച്ചിട്ട് ഇൻട്രഡക്ഷൻ കൊടുക്കുക. അതേ പരീക്ഷ ചെയ്യുന്ന ചില ജില്ലകളിൽ 70 കുട്ടികൾ ഇരുത്തിയിട്ട് അവരെ പഠിപ്പിക്കുക. എന്നിട്ട് ഈ കുട്ടികൾ തമ്മിൽ ഒരേ പരീക്ഷ നടത്തിയിട്ട് കുട്ടികളെ റാങ്കിങ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ പുറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ എല്ലാ സംസ്ഥാനത്തൊട്ടുക്കും ഒരേ തരത്തിൽ തന്നെയുള്ള ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് അനുപാതം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വീണ്ടും വിദ്യാർത്ഥികളിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, റിസൾട്ട് ഇപ്പോൾ വന്നു, ഇനി അഡ്മിഷനിലേക്ക് ഇനിയും സമയം കിടക്കുന്നുണ്ട്. ജൂൺ 24 ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ആരംഭിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1.5 മാസം സമയം ഈ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ട്. ഈ സമയത്തെ ഇവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ അഭിരുചി നിർണ്ണയം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതിലപ്പുറം ഈ വെക്കേഷനിലെ ഒഴിവു സമയങ്ങളെ അവരുടെ ഒരു കരിയർ കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും കുട്ടികൾ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്, കാരണം കുട്ടികൾക്ക് ഇപ്പോഴും എന്താണ് ഹ്യൂമാനിറ്റീസ്, എന്താണ് കൊമേഴ്സ്, എന്താണ് സയൻസ്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കുറവാണ്. മാത്രമല്ല സയൻസ് കഴിഞ്ഞാലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. കൊമേഴ്സ് കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്താണെന്ന് അറിയില്ല. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്താണെന്ന് പലർക്കും അറിയില്ല. അതൊക്കെ ഉപരി മേഖലയിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇതിന് കൃത്യമായ ധാരണയുള്ളത്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക്, പ്രത്യേകിച്ച് വില്ലേജ് ഏരിയയിലുള്ള കുട്ടികൾക്ക് ഇത്തരം ഏരിയയിൽ കൃത്യമായി ധാരണ ഉണ്ടായി കൊടുക്കുന്നൊരു സംവിധാനം സർക്കാർ തലത്തിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ തന്നെ പരിശീലനം കിട്ടിയ കരിയർ ഗൈഡുമാർ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. അവിടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതത് സ്കൂളിൽ വെച്ച് തന്നെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നത് നന്നായിരിക്കും. അത്തരം ചില സംവിധാനങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഫലപ്രദമായിട്ട് പാരൻസിനും കുട്ടികൾക്കൊക്കെ നൽകുന്ന രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഏറെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സാങ്കേതിക മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, അത്തരത്തിലുള്ള ഒരുപാട് പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരമൊക്കെ ആക്കിയിട്ട് ഇത്തരം സമയങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഇത്തരം കോഴ്സുകൾ, ചെറിയ കോഴ്സുകളൊക്കെ നൽകുകയാണെങ്കിൽ, 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ നൽകുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഇനി നമ്മൾ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായ ഒരുപാട് മേഖലകളിലേക്ക് നമ്മളിപ്പോഴും നമ്മുടെ സംവിധാനങ്ങളുടെ ആലോചന തന്നെ എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ +2 കൊമേഴ്സ് എടുക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഓപ്ഷൻ വളരെ വിരളാണ്. അപൂർവം ചില കോമ്പിനേഷനുകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ഒരു എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊരു പാറ്റേൺ അനുസരിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കൊമേഴ്സ് എടുക്കുന്ന ആളുകൾ അവർ ഹയർ സെക്കൻഡറിയിൽ എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാകും. ചില ഹ്യൂമാനിറ്റീസ് കോഴ്സുകളിലും എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാകും. ഇപ്പോൾ ഇയാൾ ഡിഗ്രിക്ക് ആ വിദ്യാർത്ഥി എക്കണോമിക്സ് പഠിക്കുമ്പോൾ ശരിക്കും എക്കണോമിക്സിലൊരു ഹയർ സ്റ്റഡീസ് വളരെ എഫക്റ്റീവായി നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എക്കണോമെട്രിക്സ് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അത് മാത്തമാറ്റിക്സ് പഠിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും +2 തലത്തിൽ മാത്തമാറ്റിക്സ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഒരു +2 കോമ്പിനേഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അതുപോലെ ഈ പോപ്പുലേഷൻ സ്റ്റഡീസ്, പിന്നെ നമുക്ക് IIPS പോലെയുള്ള
ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഈ പോപ്പുലേഷൻ സ്റ്റഡീസിലേക്ക് പോകുന്നത്. പക്ഷേ അവർക്ക് ഈ പോപ്പുലേഷൻ ഡാറ്റയുടെ വലിയ പ്രോസസ്സിങ് മാത്തമാറ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് നടത്തേണ്ടി വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ, ഈ മേഖലയിൽ എത്തിപ്പെടുന്ന കുട്ടികൾ സ്വാഭാവികമായും മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടാവില്ല. സയൻസിലൂടെ പോയി അങ്ങനെ വരുന്ന കുട്ടികളുണ്ടാകാം. എന്നാൽ അതിൻ്റെ ഒരു സാധാരണ പാത്തിൽ വരുന്ന കുട്ടികൾക്ക് ഈ ഒരു അവസരം നമ്മുടെ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമൂലമായൊരു മാറ്റം, നേരത്തെ സാറ് സംസാരത്തിൽ സൂചിപ്പിച്ച് ന്യൂജൻ കോഴ്സുകളും അതിൻ്റെ ഇംപ്ലിക്കേഷൻസൊക്കെ നമ്മുടെ സിലബസിലേക്ക് എംബഡ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെ നടക്കേണ്ട ഒരു സമയമാണ്. അത്തരം ചർച്ചകളോ അതിലേക്കുള്ള സ്റ്റെപ്പുകളോ ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത? തീർച്ചയായിട്ടും സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ BA എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. പക്ഷെ ഇവിടെ ഹ്യൂമാനിറ്റീസ് തലത്തിൽ മാത്തമാറ്റിക്സ് ഓപ്ഷൻ പലപ്പോഴും ഇല്ലയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കൊമേഴ്സിൽ അപൂർവമായിട്ട് ചില സ്ഥലത്ത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഓപ്ഷനായിട്ടുണ്ട്. മാത്തമാറ്റിക്സ് കുറച്ച് സ്ഥലത്തുണ്ട്, പക്ഷേ ഹ്യൂമാനിറ്റീസിൽ തീരെയില്ല. കാരണം എക്കണോമിക്സ് ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. വേറെ ചില യൂണിവേഴ്സിറ്റിയിൽ BSc എക്കണോമിക്സ് ഒക്കെ പറഞ്ഞ കോഴ്സുകളുണ്ട്, അവർക്ക് മാത്തമാറ്റിക്സ് കമ്പൽസറിയാണ്. അപ്പോൾ പലപ്പോഴും സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് അവിടെയൊക്കെ പോകാനുള്ള അവസരം കിട്ടുന്നത്. ഇപ്പോൾ എക്കണോമിക്സിൽ താല്പര്യത്തോടു കൂടെ ഹ്യൂമാനിറ്റീസ് എടുത്തൊരു കുട്ടിക്ക് പലപ്പോഴും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എക്കണോമിക്സ് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഹ്യൂമാനിറ്റീസ് സ്ഥലത്ത് തന്നെ എക്കണോമിക്സിനോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാവണം. അല്ലെങ്കിൽ അഡീഷണലായിട്ട് എഴുതിയെടുക്കാനുള്ള സൗകര്യങ്ങളെങ്കിലും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അപ്പം നന്ദി, ഇത്രയും സമയം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത്. താങ്ക് യു. വെൽക്കം.